നമസ്കാരം. കർക്കിടക മാസം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ദുർഘടമല്ല. ജീവിതത്തിലെ സകലവിധ തടസ്സങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്ന സമയമാണ് ഈ ഒരു സമയം. ഒട്ടനവധി ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രജാതകർക്ക് വരും നാളുകൾ പ്രതീക്ഷകളുടേതാണ്. ഇവരുടെ സകല ദുഃഖങ്ങളും അകറ്റി സർവ്വസൗഭാഗ്യം നേടുന്ന ഈ നക്ഷത്രജാതകർക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കും. ഗുളികൻ ചിലർക്ക് നല്ലതും നൽകും എന്ന് പറയും പോലെ ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം വരുന്നു. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും. കർക്കിടക മാസം ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യമുള്ള സമയമാണ്. ഈ നക്ഷത്രജാതകർ 9 ദിവസം തുടർച്ചയായി ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തണം. ആദിപരാശക്തിയായ ശക്തി സ്വരൂപിണിയായ ദേവിയെ പ്രാർത്ഥിച്ചാൽ അത്ഭുത ഫലസിദ്ധിയാണ് ലഭിക്കുക. വേഗത്തിൽ ഫലം ലഭിക്കുകയും ചെയ്യും. അതായത് കർക്കിടക മാസത്തിൽ ദേവീപ്രീതി ഏറ്റവും അധികം നടത്തേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകർ തീർച്ചയായും 9 പ്രാവശ്യമെങ്കിലും, അതായത് 9 ദിവസം തുടർച്ചയായി ദേവിയെ പ്രാർത്ഥിച്ച് തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയുകയാണ് എങ്കിൽ തീർച്ചയായും വേഗത്തിൽ ഫലം ലഭിക്കും. എത്ര കഠിനമായ ദോഷവും മാറും, എന്തിനും പരിഹാരം കിട്ടും. ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് വരാൻ പോകുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച, ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് പരാധീനതകളും അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള സമയമാണ്. ആ നക്ഷത്രജാതകരെ, ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ ആ 3 നക്ഷത്രജാതകർ മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അനുഭവിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി അതീവ സമ്പൽ സമൃദ്ധിയിലെത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരും. ഇവരുടെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ പേറി ജീവിക്കുന്നവരായിരുന്നു. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. എന്നാൽ ഒരു വലിയ മാറ്റം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നു. ഒരുപാട് വരുമാനം വർദ്ധിക്കും, രോഗശാന്തിയാണ്, ആരോഗ്യം മെച്ചപ്പെടും, ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്, തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഏത് കാര്യവും സാധിക്കുവാനുള്ള ഒരു വലിയ ഈശ്വരാധീനം ഇവർക്കുണ്ടാകും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയും എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. ഇവർ ആഗ്രഹിക്കുന്നതും ഇവർ സ്വന്തമാക്കാൻ കൊതിച്ചതുമൊക്കെ ഇവർക്ക് കൈപ്പിടിയിൽ എത്തുന്ന സമയമാണ്. അമ്മ മഹാമായയുടെ, അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ടാകും. ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം, അവിടെ വെടിവഴിപാടൊക്കെ നടത്തുക. അശ്വതിയും ഭരണിയും കാർത്തികയും ഇനി ഐശ്വര്യത്തിൻ്റെ സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ചയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. അടുത്ത നക്ഷത്രജാതകർ മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർത്തം എന്നീ 3 നക്ഷത്രജാതകർ തന്നെയാണ്. ഒരുപാട് സങ്കടങ്ങൾ, ഒന്ന് പൊട്ടിക്കരഞ്ഞു തൻ്റെ നിസ്സഹായ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം ഈ നക്ഷത്രജാതകരിലുണ്ട്. മിഥുനക്കൂറിലെ മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഈ സൗഭാഗ്യ സമ്പന്നതയുടെ നാളുകൾ തന്നെയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. നിങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാൻ, നിങ്ങളുടെ മനോവേദന അറിയുവാൻ ഈശ്വരനുണ്ട്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറും. നിങ്ങൾക്ക് അനുകൂലമായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ചതിവുകൾ സംഭവിക്കാനിടയുണ്ട്. ഒരുപാട് ചതിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ മാറി ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ നിങ്ങളെത്തും. ഇനി നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ സമയമാണ്. അടുത്ത നക്ഷത്രജാതകർ കന്നിക്കൂറിലെ ഉത്രവും അത്തവും ചിത്തിരയുമാണ്. സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന സമയം.
ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്ന സമയം. മംഗളകർമ്മങ്ങളുണ്ടാകും. നിയമപരമായ പല കാര്യങ്ങളും ശരിയായി വരും. അതിരുത് കടന്ന് ആരെയും വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി വെക്കെങ്കിൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ സമ്പന്നരാകും. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അകന്ന് ഒരുപാട് ഐശ്വര്യം, സമ്പൽ സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും, ഉറപ്പാണ്. അടുത്തത് കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രജാതകർ തന്നെയാണ്. ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. അടുത്ത നക്ഷത്രജാതകർ മകരക്കൂറിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രജാതകർ. ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചവരാണ് നിങ്ങൾ. അവിടെ നിന്നുമൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സമയം തെളിയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട ഇവർക്കും ഭാഗ്യമാണ്. പുതിയൊരു വീട് വയ്ക്കുവാനും ആഭരണങ്ങൾ വാങ്ങുവാനും ശത്രുക്കളെ ഉണ്ടായിട്ടുള്ള ശത്രുശല്യം തീരുവാനും ലോട്ടറി അടിക്കുവാനും ഒക്കെയുള്ള ഒരു യോഗം നിങ്ങൾക്ക് വരും. എല്ലാ രീതിയിലും ഉയർച്ച കൈവരിക്കും. ദൈവം കൈപിടിച്ചുയർത്തുന്ന നക്ഷത്രജാതകരായിരിക്കും എന്നത് സാരം. ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. അതുപോലെ തന്നെ പരദേവതാ ക്ഷേത്ര ദർശനം നടത്തുക. പരദേവതാ ക്ഷേത്രം അറിയില്ല എങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക. അടുത്ത നക്ഷത്രജാതകർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതകരാണ്. കീർത്തി, ഉയർച്ച, അതുപോലെ തന്നെ ശത്രുജയം, വസ്ത്രം, ആഭരണം ഇവയൊക്കെ നിങ്ങൾക്ക് സമ്മാനമായി കിട്ടുന്ന സമയമാണ്. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കും. തീർത്ഥാടനത്തിനൊക്കെ പോകും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ഐശ്വര്യത്തിൻ്റെ സമയമാണ്. ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ മഹാമൃത്യുഞ്ജയ ഹോമം, അതുപോലെ തന്നെ ധാര, കൂവളമാല, പിൻവിളക്ക്, ഇത് 4 നിങ്ങൾ തീർച്ചയായും നടത്തണം. അതുപോലെ തന്നെ രാവിലത്തെ പൂജയൊക്കെ കണ്ട് തൊഴുകുന്നത് ഇവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു നിറയുവാനും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ബിസിനസ് എന്തെങ്കിലും രീതിയിൽ തകരാറോ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ ഒരു മന്ദീഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വന്നു ചേരുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടുവാൻ, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ, അതേപോലെ മംഗല്യഭാഗ്യം, ഇതിനൊക്കെ സാധ്യമാകും. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഈ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിച്ചതിനും അപ്പുറം നിങ്ങൾക്കൊരു വലിയ സമൃദ്ധി, വലിയൊരു സന്തോഷം അനുഭവിക്കുവാനുള്ള ഒരു യോഗം ഈ ഒരു സമയത്ത് വന്നു ചേരും. അതുപോലെ തന്നെ ശിവഭഗവാന്റെയും അതുപോലെ തന്നെ അമ്മ മഹാമായയുടെയും അമ്മ പൊന്നുതമ്പുരാട്ടിയുടെയും ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നവഗ്രഹ പൂജ നിങ്ങളെല്ലാം ഒന്ന് നടത്തിയിരിക്കണം. നവഗ്രഹ പൂജ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രഹദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാൻ വേണ്ടിയിട്ടാണ് നവഗ്രഹ പൂജ നടത്തുന്നത്. ഗ്രഹദോഷങ്ങളൊക്കെ അകലണം, ജീവിതത്തിൽ രക്ഷപ്പെടണം, ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.